ഹായ് ഫ്രണ്ട്സ്. ഇന്നത്തെ രണ്ടാമത്തെ സിനിമ ആലപ്പുഴ ജിംഖാന. നമ്മൾ ആദ്യം കാണുന്ന വെച്ച മൂവിയായിരുന്നു. പക്ഷേ അത് നമ്മൾ മമ്മൂട്ടി മൂവിയാണ് കണ്ടത്. കാരണം അത് നമ്മൾ അങ്ങനെയാണ്. ലാലേട്ടൻ കഴിഞ്ഞ് നമ്മൾ മമ്മൂട്ടി മൂവിയാണ് എപ്പോഴും പ്രിഫർ ചെയ്യാറ്. ഏതൊക്കെ പടങ്ങൾ ഇറങ്ങിയാലും എനിക്ക് ആദ്യം കാണുന്ന ഒരുപാട് ആഗ്രഹമാണ്. പക്ഷേ നമ്മൾ ആദ്യം കണ്ടത് ബസൂക്കിയായിരുന്നു. ഇപ്പോൾ രണ്ടാമത് പടം കണ്ടത് റൂമിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ആലപ്പുഴ ജിംഖാന വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പടം. കാരണങ്ങൾ ഒരുപാടാണ്. നമ്മുടെ യൂത്ത് ഐക്കൺ ടീം മൊത്തമുണ്ട്. ഒരു ഖാലിദ് റഹ്മാനാണ് ഈ പടം സംവിധാനം ചെയ്യുന്നത്. ആ പേര് നമുക്കറിയാം. അയാൾ ചെയ്ത പടങ്ങളൊക്കെ അറിയാം നമുക്ക്. ഹിറ്റ് സാധനങ്ങളാണ്. തല്ലുമാലയിൽ ഉണ്ട്, ഒരുപാട് പടങ്ങളുണ്ട്. അനുരാഗരിക്കും വെള്ളം, ഒരുപാട് പടങ്ങൾ. അപ്പോൾ ഇപ്പോൾ വീണ്ടും നസ്ലിം വരുമ്പോൾ പ്രേമലി എന്നൊരു പടത്തിന് ശേഷം ആളൊരു പടത്തിൽ വേറൊരു പടത്തിൽ വന്നു. ഇപ്പോൾ ടീമായിട്ട് വരുമ്പോൾ നമുക്ക് പ്രതീക്ഷ വെക്കേഷനും കൂടിയാണ്. അപ്പോൾ പടം കണ്ടു ഇറങ്ങി. പടം എനിക്ക് മോശമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് തന്നത്. ഒരു സ്പോർട്സ് മൂവിയാണ്. സ്പോർട്സ് മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏത് സ്പോർട്സ് മൂവി വന്നാലും ഞാൻ കാണണം. അതിൽ മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ ടൈപ്പ് ഓഫ് മൂവീസ്, യൂത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്പോർട്സ് മൂവീസ്. ഒരു ടീം ടെൻത്തിൽ ഫെയിൽഡ് ആയിട്ടുള്ള ഒരു ടീം ലൈഫ് എൻജോയ് സെലിബ്രേറ്റ് ചെയ്യുന്ന കാലഘട്ടമൊക്കെ നമുക്കറിയാം. ഇവർ ടോടിയൊക്കെ അടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. നടന്നു പോയിട്ടൊക്കെ വരുന്ന സീനൊക്കെ നമുക്ക് കണക്റ്റായി. നമ്മൾ നമ്മുടെ ആ കാലഘട്ടത്തിലൊക്കെ നടന്നു പോയിട്ട് ഒരു 4-5 കിലോമീറ്റർ നടന്നു പോയിട്ട് നമ്മൾ ടോടി കഴിച്ച് തിരിച്ച് പാടത്തിലൂടെ നടക്കുന്ന സീനൊക്കെ എനിക്ക് കുറേ കണക്റ്റായി. അപ്പോൾ ആ കാലഘട്ടം നമുക്കിങ്ങനെ മെമ്മറിയിൽ വന്നു. അപ്പോൾ അവരെല്ലാവരും 10th ഫെയിൽഡ് ആയിട്ട് അടുത്ത സ്റ്റെപ്പിൽ കോളേജിൽ അഡ്മിഷൻ കിട്ടണം. അതിന് ബോക്സിങ് ഒരു സ്പോർട്സ് ഉണ്ടെങ്കിൽ കിട്ടില്ല. അതിന് ബോക്സിങ് സെലക്റ്റഡ് അക്കാദമിയിൽ വരുന്നത്. അവിടെ നിന്നുണ്ടായ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് പടമായിട്ട് വരുന്നത്. പക്ഷേ അക്കാദമിയിൽ പോയിട്ട് അവർ ഫൈറ്റ് ചെയ്തു. അവിടെ കുറേ കോമഡിയും കാര്യങ്ങളൊക്കെ വരുന്നൊരു ഹ്യൂമർ, അതുപോലെ തന്നെ സീരിയസ് ഫാമിലിയൊക്കെ എല്ലാം ഉൾപ്പെടുത്താവുന്ന രീതിയിലുള്ള മൂവിയാണ്. കൂടുതലായിട്ട് യൂത്ത് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് ആ ലെവലിലാണ് മൂവി പോകുന്നത്. തികച്ചും നാച്ചുറലായി നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംവദിക്കുന്ന കോമഡികളും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ടുള്ള സംസാരം പോലെയൊക്കെ ഉള്ള വിറ്റുകളൊക്കെ ആയിട്ടാണ് പടം പോകുന്നത്. അത് രസമാണ് പടം. അങ്ങനെ ആ ഫ്ലോയിൽ ഭയങ്കര ചെറിയ ചില കോമഡികളൊക്കെ ഇരുന്ന് കുറച്ചിലൊക്കെ കോമഡി നന്നായി പൊട്ടിച്ചിരിക്കാനുള്ള കോമഡികളുണ്ട്. രസമായിട്ട് പോകുന്നു. എല്ലാവരും നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. ടീമിലെല്ലാവരും പെർഫോം ചെയ്തിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവർ സ്പോർട്സ് അക്കാദമി സെലക്ട് ചെയ്തിട്ട് ആലപ്പുഴ ജിംഖാനയിൽ വരികയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടാകുന്ന കുറേ സംഭവങ്ങളാണ്. അവിടെ നിന്ന് അവർ ജില്ലയിൽ കയറിയിട്ട് സംസ്ഥാന ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനെത്തുന്ന കുറച്ച് കഥകൾ, അതിനിടയിൽ നടക്കുന്ന കുറേ ഇൻസിഡൻസും കാര്യങ്ങളൊക്കെയാണ് പടത്തിൽ വരുന്നത്. പടം രസമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല എൻ്റർടൈൻമെൻ്റ് ആണ് പടം. ഇൻ്റർവെല്ലിൽ അറിഞ്ഞില്ല. പിന്നെ ചെറിയൊരു സബ്ജക്റ്റാണ്, പക്ഷെ അത് ബോറടിക്കാത്ത രീതിയിൽ 2 മണിക്കൂർ 20 മിനിറ്റ് നേരം പടം എടുത്ത് വെച്ചിട്ടുണ്ട്. തന്നെയാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയത്. നസ്ലിൻ നമ്മൾ പറയണ്ട, ആളെ സെയിം സ്ലാങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ പടം മുന്നോട്ട് പോകുന്നത്. ആൾ തന്നെയാണ് ടീമിൻ്റെ ലീഡറായിട്ട് വരുന്നത്. ലുക്മാൻ അവറാൻ ഇവരുടെ ടീമിൻ്റെ കോച്ചായിട്ട് വരുന്ന ആളാണ്. ഇവരെ ബോക്സിങ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു ചാമ്പ്യൻഷിപ്പിലൊക്കെ പോകുമ്പോൾ ഒപ്പം വരുന്നൊരു കോച്ചിൻ്റെ ക്യാരക്ടറാണ് ബേബി ജീൻ എന്ന് പറഞ്ഞ ഡേവിഡ് ജോൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. കുറേ ക്യാരക്ടറിൽ എല്ലാവരും ഇവരുടെ ടീം പൊളിയാണ്. അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഗണപതി നമ്മളത് ദീപക് പണിക്കർ ചേട്ടനായിട്ട് ദീപക് ഏട്ടൻ അവർ വിളിക്കും. ഗണപതിയുടെ ഒരു സീനുകളൊക്കെ ഉണ്ട്, കിടുവാണ്. ഇൻ്റർവെല്ലിന് ശേഷം ഒരു ബോക്സിങ് കിക്ക് വരുന്നുണ്ട്, ഒരു 2 ഓപ്പോസിറ്റ് ആയിട്ട്. ഭയങ്കര രസമായിട്ടുണ്ട്. കൊച്ചി ആലപ്പുഴയും നമ്മൾ ഫൈറ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഭയങ്കര രസമായിട്ട് എടുത്തിട്ടുണ്ട് ആ സീനൊക്കെ. ബോഡി ലാംഗ്വേജിലൊക്കെ ഭയങ്കര മാറ്റം വരുത്തിയിട്ടുണ്ട്. നസ്ലിനും അതേട്ടോ. അവർ സന്ദീപ് പ്രദീപ് നൈസാണ്. നല്ല ഹൈറ്റിൽ, വലുതെന്ന് വിളിക്കുകയുള്ള നല്ല ഹൈറ്റിൽ. ഒരുപാട് പടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അടിപൊളി പെർഫോമൻസ് ആണ്. ഇതേക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് വായിച്ചു പോവുക. ഫ്രാങ്കോ ഫ്രാൻസിസ് മുത്താണ് ഈ പടത്തിലെ ആൾ. ചെറുതെന്ന് വിളിക്കുക. ഒരു ഡയലോഗ് ഉണ്ട്. ഞങ്ങളൊരു ബോക്സിംഗ് ഒരാൾ ഇടിച്ചിട്ടിട്ട് വരുമ്പോൾ ഹൈറ്റ് ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല, ചെറുതല്ല കാര്യം, വലുതിലല്ല കാര്യം, ചെറുതിലാന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. അടിപൊളിയാണത്. ലൈഫിലൊക്കെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് കാര്യം കൂടിയാണ്. ഷോൺ ജോയ് കിരൺ ഒരു അടിപൊളി പോസിറ്റീവ് ക്യാരക്ടറാണ്. അതിലൊരു ക്ലൈമാക്സിലും സംഭവിക്കുന്നുണ്ട്. അപ്പം അടിപൊളിയാണ്. ബോക്സിങ് സംബന്ധമായിട്ട് ഒരാളൊരു ബോക്സിങ്ങിന് ഇറങ്ങുന്ന ഒരു മോട്ടിവേഷൻ കണ്ട് ഇറങ്ങുന്ന ഒരു സീനൊക്കെ ഉണ്ട്. പൊള്ളിയാണ്. അല്ലെങ്കിൽ ഈ പിള്ളേർ നല്ല ഹാർഡ് വർക്ക് എടുത്തിട്ടുണ്ട് ഈ ബോക്സിങ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു നല്ല രീതിയിൽ ബോഡി ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമായിട്ട് അത് എല്ലാവരും ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര രസമായിട്ടുണ്ട്. അതുപോലെ ശിവ ഹരിഹരൻ നമ്മൾ ഹൃദയം പടത്തിൽ കണ്ടിട്ടുണ്ട്. ഷാനവാസ് എന്നുള്ള ക്യാരക്ടർ, നനക മായാരവി എന്നുള്ളൊരു ക്യാരക്ടർ, നന്ദ നിഷാത്ത്, നോയല ഫ്രാൻസിസ്, ഇങ്ങനെ നിൽക്കുന്ന എല്ലാവരും പടത്തിൽ കാസ്റ്റിംഗ് വരുന്നത്. പിന്നെ കോട്ടയം നസീർ വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ വേറെ 1-2 ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. പേര് കറക്റ്റ് ഓർക്കുന്നില്ല. അതുപോലെ പടത്തിൻ്റെ വിഷ്ണു വിജയൻ്റെ മ്യൂസിക് കിഡുവാണ്. BGM എല്ലാം ഇങ്ങനെ പോകുന്നുണ്ട്. സുഹേൽ കോയയാണ് ഇതിൻ്റെ. ജിംഷി ഖാലിദാണ് സിനിമോട്ടോഗ്രാഫർ. നിഷാദ് യൂസഫ് എഡിറ്റർ. വിഷ്ണു ഗോവിന്ദ് ഓഡിയോഗ്രാഫർ. അതാണ് നമ്മുടെ പടത്തിലെ കാസ്റ്റിംഗ് ക്രൂ വരുന്നത്. നമുക്കൊക്കെ ഭയങ്കര കണക്റ്റ് ആവുന്ന ഒരു മൂവിയാണ്. നമ്മൾ പ്രേമലു പോലത്തെ ഒരു ട്രാക്കിലല്ല, അത് പ്രണയം കാര്യങ്ങളൊക്കെ. ഇതൊരു ഭയങ്കര
മോട്ടിവേഷൻ കൂടിയാണ്. ഇവരുടെ ലൈഫിലൊക്കെ ഒരു അർത്ഥം ഉണ്ടാവുകയാണ്. പിന്നെ പടത്തിലെ ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര സംഭവമാണ്. ഇപ്പോൾ ആ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞ ടീനേജ് 10th കഴിഞ്ഞ് +2 ഡിഗ്രിക്ക് അഡ്മിഷൻ്റെ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഓടി കിടക്കുന്നൊരു മൈൻഡാണ്. അപ്പോൾ അതിൽ പിള്ളേർ ഭയങ്കര പോസിറ്റീവായിട്ട് എത്തുന്ന സീനൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ ഓരോ ഡിസ്ട്രിക്ട് ബേസിലെ മത്സരങ്ങളൊക്കെ വരുന്ന സമയത്ത് തൃശ്ശൂരും ആലപ്പുഴയായിട്ട് മത്സരം വരുന്നുണ്ട്. തൃശ്ശൂരിന് ഇടിച്ചിടുന്ന ബോക്സിങ് ചെയ്യുന്ന ആൾ ഇടിച്ചിടുന്ന സീനൊക്കെ നമുക്ക് ഇടിയിടുന്ന പോലെ തോന്നും. അത് എറണാകുളത്ത് പിള്ളേർ ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയുന്ന സീന്, ക്ലൈമാക്സ് സീനുകളൊക്കെ ഉണ്ട്. മൊത്തത്തിലൊരു ഫുൾ എൻ്റർടൈൻ ചെയ്തിട്ട് ഫാമിലിക്ക് ആയിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു വെക്കേഷൻ മൂവി എന്ന് തന്നെ പറയാം. ഇതൊരു സിമ്പിൾ മൂവിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇരുന്ന് കണ്ട് ആഹ്ലാദിച്ച് എൻജോയ് ചെയ്ത് കണ്ട് ആസ്വദിക്കാൻ പറ്റിയൊരു വെക്കേഷൻ മൂവി. ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുക്കാൻ. എനിക്കൊരു ആവറേജ് അബവ് എക്സ്പീരിയൻസ് ആണ് ഈ പടം ഫീൽ ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനുള്ള സാധനം. സ്പോർട്സ് മൂവി എന്നൊക്കെ പറയാൻ പല കാറ്റഗറി ഓഫ് മൂവി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യം ഹ്യൂമറും എല്ലാം കണക്ട് ചെയ്തിട്ട് കൊണ്ടുവന്നാണ്. ഇതൊരു ഇടിപ്പടമല്ലാന്ന് ആദ്യം തന്നെ ലുക്മൻ പറഞ്ഞിരുന്നു. പോയി ടിക്കറ്റ് എടുക്കുക, ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുക്കുക, കാണുക. എനിക്ക് ഇഷ്ടപ്പെട്ടു പടം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ബൈ മുകേഷ്. ബൈ.